കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി, അതായത് 30-ാം തീയതി രാവിലെ മുതൽ കേരളത്തിൽ നടക്കുന്ന വിവാദം പിണറായി വിജയൻ്റെ അഭിമുഖമാണ്. ഹിന്ദു പത്രത്തിലാണ്, ഡൽഹിയിൽ നിന്നാണ് പിണറായി വിജയൻ്റെ അഭിമുഖം വന്നത്. ഈ അഭിമുഖം ചില വിവാദ പരാമർശങ്ങളുണ്ടെന്നാണ് മുസ്ലിം മതസംഘടനാ നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ആരോപിച്ചത്. അതായത് മലപ്പുറം ജില്ലയിലേക്ക് കള്ളക്കടത്ത് നടക്കുന്നു, മലപ്പുറം ജില്ലയിലേക്ക് ഹവാല പണം വരുന്നു, മുസ്ലിം മത തീവ്രവാദികളെ ഞങ്ങളുടെ സർക്കാർ എതിർക്കുന്നു, മുസ്ലിം മത തീവ്രവാദികൾ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ ഇതിനെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഇത് വിവാദമാക്കിയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു പത്രത്തിന് ഒരു കറക്ഷൻ, അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിലേക്കൊരു കത്ത് കൊടുത്തയക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. മുഖ്യമന്ത്രി ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതോടെ തന്നെ ദ ഹിന്ദു പത്രം ഒരു തിരുത്ത് കൊടുക്കുന്നു. അതായത് ഒരു കേസൺ എന്ന ഒരു PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടത്താൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതുപ്രകാരം പത്രസമ്മേളനം നടത്തുന്നു. ഈ പത്രസമ്മേളനത്തിൽ ഹിന്ദുവിൻ്റെ ലേഖികയെ കൂടാതെ ഈ 2 PR ഏജൻസിയുടെ കേസൻ്റെ 2 അംഗങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാരും അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ മുഖ്യമന്ത്രി 21-ന് തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ അവരെഴുതി കൊടുത്തു. അങ്ങനെ ആ ഏജൻസിയുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങളിത് എഴുതി ചേർത്തത് എന്നാണ് ഹിന്ദു പറയുന്നത്. അതിനവർ പരസ്യമായി മാപ്പ് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ CPM നേതൃത്വം ഇപ്പോൾ പറയുന്നത് മാപ്പ് ചോദിച്ചല്ലോ, പ്രശ്നം തീർന്നല്ലോ, ഹിന്ദു തെറ്റിതിരുത്തിയല്ലോ എന്നാണ്. പക്ഷേ ഇവിടെ പ്രസക്തമായ കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് ഏത് കത്താണ് അല്ലെങ്കിൽ ഏത് വാക്കുകളാണ് ഈ ഏജൻസിയുടെ പ്രതിനിധികൾ ഹിന്ദുവിന് എഴുതി കൊടുത്തത്? യഥാർത്ഥത്തിൽ അഭിമുഖത്തിൽ പിണറായി വിജയൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിരുന്നുവോ? ഇതിന് സമാനമായ കാര്യങ്ങളാണ് പിണറായി വിജയൻ പറഞ്ഞതെങ്കിലും, പത്രസമ്മേളനത്തിൽ പറഞ്ഞതെങ്കിലും തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ ഇത്ര സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അപ്പോൾ പിണറായി വിജയന് ഒരു സ്ലിപ്പ് ഓഫ് ടങ്, പിണറായി വിജയന് ഒരു നാവുപിഴ സംഭവിച്ചതാണോ അഭിമുഖത്തിൽ? അതോ മനഃപൂർവ്വം പിണറായി വിജയൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തതാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിറകിലെ ഉദ്ദേശം എന്തായിരുന്നു? എന്തുകൊണ്ട് ഒരു ദിവസം ഈ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വൈകി? കാരണം 29-ന് രാവിലെ 9 മണിക്കാണ് അഭിമുഖം നടക്കുന്നത്. 30-ാം തീയതിയിലെ പത്രത്തിൽ അഭിമുഖം എത്തുന്നു. അതായത് 30-ാം തീയതി രാവിലെയോടുകൂടി അഭിമുഖം എല്ലാവരുടെയും കൈകളിൽ എത്തുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലായിരിക്കുന്ന മുഖ്യമന്ത്രിക്കും എത്തുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ഓഫീസിലും എത്തുന്നു. അതേപോലെ തന്നെ ഒരുപക്ഷെ ഓൺലൈനിൽ തലേ ദിവസം തന്നെ അവർ പ്രസിദ്ധീകരിച്ചിരിക്കാം, അതറിയില്ല. ഒരുപക്ഷെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എന്ന നിലയ്ക്ക് ചിലപ്പം അവർ പ്രിൻ്റ് മീഡിയയിൽ മാത്രം കൊടുത്തതാകാൻ സാധ്യതയുണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ പത്രം പറയുന്നത് പോലെ 2 PR ഏജൻസി പ്രവർത്തകർ ചില കാര്യങ്ങൾ കൂടി, അതായത് മുഖ്യമന്ത്രി നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നുവെന്ന് അവർ പറയുന്ന കാര്യങ്ങൾ കൂടി എഴുതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. പക്ഷെ അത് സാധാരണഗതിയിൽ അത് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഹിന്ദു പോലത്തെ ഒരു പത്രം അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഒരു അഭിമുഖത്തിൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ല എന്നവർക്കറിയാം. മറ്റൊരു സാധ്യതയുള്ളത്, പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. ഹിന്ദു എന്ന് പറയുന്ന പത്രം CPMമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പത്രമാണ്. ഹിന്ദുവിലെ ലേഖനങ്ങളൊക്കെ തന്നെ CPM അനുകൂല ലേഖനങ്ങളാണ് വരുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ CPM കോൺഗ്രസിൻ്റെ കൂടി ആയതുകൊണ്ട് കുറേ കോൺഗ്രസ് അനുകൂല ലേഖനങ്ങളും അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല വാർത്തകളും വരുന്നു. അത് പരമാവധി BJP വിരുദ്ധ പത്രമാണ് ഹിന്ദു. അതിലെ എഡിറ്റ് പേജിൽ വരുന്ന അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വരുന്ന ലേഖനങ്ങളെല്ലാം തന്നെ അതിൻ്റെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സ്വാധീനമുള്ള ലേഖനങ്ങളാണ്. അതിൻ്റെ വാർത്തകൾ അങ്ങനെയാണ്. അപ്പം ഇന്ത്യയിൽ CPMൻ്റെ നേതാക്കൾ മുമ്പൊക്കെ അവരുടെ പ്രസംഗങ്ങളും പത്രസമ്മേളനങ്ങളൊക്കെ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നത് ഹിന്ദു മാത്രമാണ്. കാരണം CPM കേരളത്തിന് പുറത്ത് വളരെ ദുർബലമായതുകൊണ്ട് ആ ദുർബലമായവരുടെ പാർട്ടിയുടെ നേതാക്കളുടെ പ്രസ്താവനകൾ മറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളിൽ വരുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് CPMമായി വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള പത്രമാണ്.
പഴയ SFI നേതാവായ CPM സഹയാത്രികനായ എൻ റാമാണ് അതിൻ്റെ തലപ്പത്ത്. ഇപ്പോൾ സാങ്കേതികമായി അദ്ദേഹം തലപ്പത്തില്ലെങ്കിലും അവരൊക്കെ തന്നെയാണ് ഇതിനെ നയിക്കുന്നത്. ഹിന്ദുവിലെ ലേഖകരിൽ പലരും CPM ബന്ധമുള്ള ആളുകളാണ്. ഹിന്ദുവിൻ്റെ മാനേജ്മെൻറ്റ് CPM ബന്ധമുള്ളതാണ്. CPMലെ നേതൃത്വമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ഹിന്ദു. അപ്പോൾ അങ്ങനെയൊരു പത്രവും അഭിമുഖം കൊടുക്കുന്ന സമയത്ത് പിണറായി വിജയൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം ഹിന്ദു കൊടുത്തിരിക്കുക. പക്ഷേ മുഖ്യമന്ത്രി ഓഫീസിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇതൊരു PR ഏജൻസിക്കാർ എഴുതി തന്നതാണ് എന്നൊരു വിശദീകരണം നൽകുകയായിരിക്കാം ഹിന്ദു ചെയ്തത് എന്നാണ് നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നുന്നത്. അപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി ഇപ്പോൾ ഏജൻസി തന്നു എന്ന് പറയുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഏജൻസിക്കെതിരെ അവർ നടപടിയെടുക്കണമല്ലോ. അപ്പോൾ ഏജൻസിയുടെ പേര് ബലിയാടാക്കിക്കൊണ്ട് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് പോയതാണോ എന്നാണ് സംശയിക്കേണ്ടത്. കാരണം പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ അത് വിവാദമായ സമയത്ത് ഏജൻസിയുടെ തലയിലിട്ട് ഒഴിയുകയാണ് ചെയ്തത് എന്നാണ് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഒരു സംശയത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കടക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. കാരണം സാധാരണഗതിയിൽ വലിയൊരു നേതാവിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അത് ഓഡിയോ റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ചാനലുകളല്ല, പ്രിൻ്റ് മീഡിയയാണ് ഒരാളുടെ അഭിമുഖം എടുക്കുന്നതെങ്കിൽ 100% അല്ലെങ്കിൽ 99.9% ആ അഭിമുഖം അവർ ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ആ ഓഡിയോ പുറത്തുവിടാൻ ഹിന്ദു തയ്യാറാവണം. അപ്പോൾ ഹിന്ദു അങ്ങനെ തയ്യാറാവാത്തത് പിണറായി വിജയനുമായി ഹിന്ദു ഒത്തുകളിക്കുകയാണ്. പിണറായി വിജയനെ രക്ഷിക്കാനാണ് ഹിന്ദു ഈ വാദമുഖങ്ങളൊക്കെ. തങ്ങളുടെ പേരിന് അല്പം ക്ഷീണം സംഭവിച്ചാലും പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു PR ഏജൻസിയെ ബലിയാടാക്കാൻ വേണ്ടി ഉള്ളൊരു ശ്രമം നടത്തുന്നത്. സാധാരണഗതിയിൽ പിണറായി വിജയന് ഹിന്ദുവിലൊരു ലേഖനം അല്ലെങ്കിൽ തൻ്റെ അഭിമുഖം വരണം എന്നുണ്ടെങ്കിൽ നിഷ്പ്രയാസം അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് CPM ചാനലിലൂടെ തന്നെ ചെയ്യാം. അവിടെ ഒരു PR ഏജൻസിയുടെ ആവശ്യമില്ല. അപ്പം വളരെ ദുരൂഹമായൊരു രീതിയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ബലമായ സംശയം, സാധാരണക്കാരുടെ ബലമായ സംശയം, പിണറായി വിജയൻ പറഞ്ഞതിൽ നിന്ന് പിണറായി വിജയനെ രക്ഷിക്കാൻ ഹിന്ദുവും കൂടെ കൂട്ടി നിൽക്കുകയായിരുന്നു, എന്നിട്ട് PR ഏജൻസിയുടെ അഭ്യർത്ഥന പ്രകാരം തങ്ങൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നൊരു അസത്യം ഹിന്ദു പ്രചരിപ്പിക്കുകയായിരുന്നു പിണറായി വിജയനെ രക്ഷിക്കാൻ എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.